എന്താ ഇപ്പം ചെയ്യുക, കൂട്ടത്തിലെല്ലാവരും കല്യാണം കഴിക്കാന്നേ. ഓരോരുത്തരായിട്ട് തുടങ്ങിയിട്ടുണ്ട് പരിപാടി. നടക്കട്ടെ അങ്ങോട്ട്. എന്തായാലും എനിക്കിപ്പം തന്നെ കല്യാണം വേണ്ട എന്നുള്ള കാര്യം ഞാനങ്ങോട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇപ്പം തന്നെ കല്യാണം നോക്കാൻ പാടില്ല, വീട്ടുകാരോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കല്യാണ വീട്ടിലെത്തിയിട്ടോ, അവളെ വീട് കുറച്ച് ദൂരമായിരുന്നു, എന്നാലും നമ്മൾ പോയി അവൾക്ക് വാങ്ങിയ ഗിഫ്റ്റ് അവളെ കൈയോട് കൊടുത്തു. പിന്നെ നമ്മൾ ചെക്കന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പം ചെക്കനൊക്കെ വന്നു, വീട്ടുകാരൊക്കെ ചെക്കനെ ആരതി കുഴിഞ്ഞു സ്വീകരിച്ചു. പിന്നെ നമ്മുടെ അനാമിക ഇറങ്ങി കേട്ടോ. അവൾ നല്ല സുന്ദരിയായിട്ടാണ് ഉണ്ടായിരുന്നത്. ആ സാരി അവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. ആ സാരിയുടെ കളറും അവൾക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഈ മോഡേൺ ഡ്രസ്സിനേക്കാളും ട്രഡീഷണലായ അവൾക്കൊന്നും കൂടെ അടിപൊളിയാണെന്ന് എനിക്ക് ഈ കല്യാണ ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ തോന്നി. എന്താ അറിയില്ല, ഞാൻ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കും. ഓരോരുത്തർക്കും ഓരോ വിനോദങ്ങളല്ലേ. എൻ്റെ വിനോദം ഇതൊക്കെ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ചെക്കൻ അവളെ കണ്ട് അന്താളിച്ച് നിൽക്കുകയാണ്, ഒപ്പം കല്യാണം കഴിക്കാൻ മൂപ്പര് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതെന്താ സംഭവിച്ചാൽ നമ്മൾ വിചാരിച്ചു ഇതാണ് മണ്ഡപത്തിൻ്റെ ഫേസ് എന്ന്. പിന്നെ മനസ്സിലായിനോ, നമ്മൾ നിന്ന് തന്നെയാണ് റൈറ്റ് പ്ലേസ്. അപ്പോൾ ബാക്ക് ടു റൈറ്റ് പ്ലേസ്. അവിടെ തന്നെ വന്ന് നിന്നു. ഇവിടെ നിന്ന് തന്നെ ബാക്കി വീഡിയോസൊക്കെ എടുത്തിട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ആചാരങ്ങൾ എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. സംഭവം വെറൈറ്റി ഒക്കെ ആണെങ്കിലും അതും എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടി. നൈസായിട്ട് തോന്നിട്ടോ. ഇത്ര ദൂരം അവളെ വീട് എങ്ങനെ എത്തിയെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. എന്നാലും അവളെ വീട് അത്ര ദൂരം ആയതുകൊണ്ട് അതും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു, അവരെ കണ്ടു. പിന്നെ നമ്മൾ കുറച്ച് നേരം പറ്റിയ ചാൻസ് അവരോട് സംസാരിച്ചു കേട്ടോ. ഇപ്പോഴല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അവളെ അമ്മ മറന്നിട്ടില്ല കേട്ടോ. നമ്മൾ 10th കഴിഞ്ഞതിന് ശേഷം വലിയ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു, എന്നിട്ടും അവളെ അമ്മ മറന്നിട്ടില്ല. എല്ലാവരും ഓർമ്മയുണ്ടായിരുന്നു. ഫുഡെല്ലാം വെറൈറ്റി, കല്യാണത്തിൻ്റെ വെറൈറ്റി തികച്ചും ഫുഡെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. സദ്യയെന്നും ബിരിയാണിയെന്നും ഒക്കെ ഒരു ചേഞ്ചായിട്ട് വെറൈറ്റി നൈസായിരുന്നു. എനിക്ക് ആ ഫുഡൊക്കെ ഒത്തിരി തിന്നാൻ പറ്റി. ഞാൻ കുറച്ച് അടിച്ച് കയറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഫുഡിൻ്റെ ടൈമിലൊക്കെ ഫുൾ കോമഡി ആയിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കഴിക്കും വേണം, ചിരിക്കും വേണം. അപ്പോൾ വീഡിയോ നമ്മൾ ശ്രദ്ധിച്ചില്ല. പിന്നെ ബീച്ചിലേക്ക് അവിടെ വരെ എത്തിയിട്ട് നമ്മൾ ബീച്ചിൽ പോകാണ്ടിരിക്കില്ലല്ലോ. ബീച്ച് ഏറ്റവും കൂടുതൽ മുതലാക്കിയ ആൾ അത് ആ ബുഷ്ചെടി പോലെ മുടിയുള്ള ആളാണ് കേട്ടോ. അവൾ വന്നപ്പോൾ ഊരിയിട്ട ചെരുപ്പാണ്. ആ ചെരുപ്പ് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഇട്ട് പോയത്. അത്ര നേരം അവൾ ബീച്ച് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാവരും കൂടുമ്പം പൊതുവേ ഉണ്ടാവുന്ന എന്താ, ബാക്കി എല്ലാവരും തിന്നുക. ആ ഒരു പരിപാടി നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താ സംഭവം എന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു പോസ് ചെയ്യാൻ, ഫോട്ടോ എടുത്തരാമെന്ന്. ഓക്കെ, ഫോട്ടോ അല്ലേ വെച്ച് പോസ് ചെയ്താൽ, പക്ഷെ എത്രയായിട്ടും ഫോട്ടോ കിട്ടുന്നില്ല. പിന്നെ മനസ്സിലായത് കളിയാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണെന്ന്. പിന്നെ നമ്മളെല്ലാവരും കൂടുമ്പം പൊതുവേ ഉള്ള പോലെ എല്ലാവരെയും മുറുക്കി കഴിച്ച് തിന്നു. നല്ലോണം കളിയാക്കായിരുന്നു. എല്ലാവരും വിടാണ്ട് ഒരാളെപ്പോലും മിസ് ചെയ്യാണ്ട് നമ്മൾ കളിയാക്കി തീർത്തു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് സിംഗിളായിട്ടുള്ള സ്റ്റിൽസ് വേണം, അതുപോലെ കുറച്ച് വീഡിയോസൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിനുള്ളതായി വീഡിയോസ് എന്നെ എടുത്തു തന്നു കേട്ടോ. കുഴപ്പമില്ല, ഇതിൽ കുറച്ച് നല്ല വീഡിയോസ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ ബാക്കി ഫ്രണ്ട്സൊക്കെ വന്നു കേട്ടോ. നമ്മളെല്ലാവരും 10th ഒരുമിച്ച് പഠിച്ചതാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും കുറേ കാലത്തിന് ശേഷം കണ്ടപ്പോൾ നൈസായിരുന്നു. അതിലപ്പുറം എന്താണെന്ന് വെച്ചാൽ നേരത്തെ നടന്നതുപോലെ തന്നെ, നേരത്തെ കുറച്ച് ആളുകളെ തിന്നാനുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഒരുപാട് ആളുകളായി. എല്ലാവരും കൂടെ അറഞ്ചും പുറഞ്ചും തിന്നായിരുന്നു. ഇന്ന് ടാർഗറ്റ് ഒന്നുമില്ല, എല്ലാവർക്കും ടാർഗറ്റായിരുന്നു. നല്ലോണം കടിച്ചു മുറിച്ച് തിന്നിട്ടുണ്ട് എല്ലാവരും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഒന്ന് എഴുതിയിടാന്ന്. എപ്പോഴാണിത് മായ്ക്കാന്ന് അറിയണമല്ലോ എന്ന് കുറേ നേരം വെയിറ്റ് ചെയ്ത്. കാരണം ഞാൻ ഒരുപാട് മുകളിലാണ് എഴുതിയതെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. കുറേ നേരം വെയിറ്റ് ചെയ്ത്, പക്ഷേ അത് മായ്ച്ചു കിട്ടും. അതുവരെ നമ്മൾ നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരെണ്ണാം കുഞ്ഞ് മരത്തിൽ കയറി, ഭാഗ്യം ഒരാളുടെ തലയിലേക്ക് അത് വീണില്ല. എന്തായാലും കുറേ കാലത്തിന് ശേഷം ഇത്രയും ഫ്രണ്ട്സിൻ്റെ ഒപ്പം കൂടിയപ്പം അതൊരു അടിപൊളി മൊമെൻ്റ് ആയിരുന്നു. അപ്പം ഇതൊക്കെയാണ് അനാമികയുടെ മാരേജും വിശേഷങ്ങളും. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.